അമ്മ സംഘടനയിലേക്ക് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരുപാട് പേര് മത്സരിക്കുന്നുണ്ട് അല്ലെ ജോഗ്രൽ? അതെ അതെ അതെ. ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് തോന്നുന്നു, അതായത് 94 സംഘടന തുടങ്ങിയ ശേഷം ഇത്രയധികം പേര്, അതായത് ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മാത്രം 6 പേരൊക്കെയാണ്. എന്താണ് ഇപ്രാവശ്യത്തെ ഒരു ഇതിനെ കുറിച്ചുള്ള പൊതുവെയുള്ള ഒരു അഭിപ്രായം എന്നുള്ളത് അമ്മ എന്നൊരു സംഘടന ശരിക്കും കലാകാരന്മാർ, അതായത് സിനിമയിൽ അഭിനയിക്കുന്ന കലാകാരന്മാർക്ക് ഒരു ആശ്വാസം എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. കാരണം അവർക്ക് പല പല കഷ്ടപ്പാടുകൾ കാര്യങ്ങൾ വരുമ്പോൾ പിന്നെ ഇപ്പോൾ അവസരങ്ങളില്ലാത്തവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവർക്ക് ഇപ്പൊ എന്താ റിട്ടയർഡായി അഭിനയിക്കാൻ പറ്റുന്നില്ല, അവസര കലാകാരന്മാരെ സഹായിക്കുക എന്നുള്ള കാര്യങ്ങൾക്ക് ഒരു തണലായിരുന്നു ശരിക്കും അമ്മ എന്നുള്ള ഒരു സംഘടന എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനുവേണ്ടി തന്നെയാണ് ഒരു കൂട്ടായ്മ എന്ന രീതിയിൽ ഇവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാനും, അതായത് ഇവർക്കൊരു അത്താണി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവർക്ക് ചെന്ന് കയറാൻ പറ്റുന്ന ഒരു സ്ഥലം, അതാണ് അമ്മ സംഘടന. അതെ, ഇത് ഈ സംഘടന എന്നുള്ളത് അമ്മേനെ ഫോക്കസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് വരുമ്പോൾ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുകയും അത് വാർത്തയാകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ പല സംഘടനകളും കേരളത്തിലുണ്ട്, രാജ്യത്തുണ്ട്, ലോകത്ത് ഒരുപാടുണ്ട്. പക്ഷെ ഈ പറയുന്ന സംഘടനകൾക്കൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത പോലെയാണ് ഇവരെ ടോർച്ചർ ചെയ്യുകയും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത് ഉപരി പറയുന്നത് ടോർച്ചർ ചെയ്യാൻ. അതൊക്കെ കറക്റ്റ് വാക്ക്. അതായത് എന്തെങ്കിലും ഒരു ചെറിയൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ നേരെ അമ്മ സംഘടന ഇപ്പൊ AMM എന്നൊക്കെയാണല്ലോ പലരും വിളിക്കുന്നത്. അതുകൊണ്ടാ അത് ഓരോരുത്തരുടെ ഇഷ്ടം. അതിനെ കുറിച്ച് അത് ഓരോരുത്തരുടെ അവരുടെ എന്താ പറയാ കാഴ്ചപ്പാടോ ആവാം, അവരുടെ എത്തിക്സ് ആവാം, അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യമാവാം, എന്തുവാകും. പക്ഷെ ഇതിന്റെ ഉദ്ദേശശുദ്ധി നല്ല ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഇതില് മത്സരിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ അതിന്റെ നേതൃത്വത്തിന് ഒരു പ്രസിഡന്റ്, സെക്രട്ടറി എന്നൊക്കെ വരുമ്പോൾ ആളുകൾ ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്യപ്പെടുകയും എല്ലാത്തിനും ഉത്തരം അവര് പറയണം എന്നുള്ള ഒരു രീതിയിലേക്ക് വരികയും ഈ ഇലക്ഷൻ ഇപ്പോൾ സംഭവിക്കാൻ കാരണം തന്നെ ലാലേട്ടൻ ഇറങ്ങിപ്പോവാന്ന് പറഞ്ഞ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി. കാരണം പുള്ളി കേൾക്കേണ്ടതൊക്കെ കേട്ടു. ശരിക്കും പറയുകയാണെങ്കിൽ ഇന്നസെന്റ് ഉണ്ടായിരുന്നപ്പോ ഏകദേശം 8 വർഷത്തോളം ഇന്നസെന്റ്, അതായത് തുടക്കം MG സോമനായിരുന്നു. TP മാധവൻ സെക്രട്ടറി ആയിട്ടാണ്, അദ്ദേഹമായിരുന്നു അന്നത്തെ കാലത്ത് ഇടവളബാബു, അതായത് അദ്ദേഹമാണ് സെക്രട്ടറി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയത്. പിന്നെ മധുസാർ പ്രസിഡന്റ് ആയിട്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ പ്രസിഡന്റ് ആണ് അതിന്റെ ഒരു എന്താ പറയുക ഒരു രാജാവ്, അല്ലെങ്കിൽ ഒരു അതിന്റെ മെയിൻ ഒരു ക്യാപ്റ്റൻ. പക്ഷെ കൂടുതൽ ജോലി ചെയ്യുന്നത് എനിക്ക് മനസ്സിലാക്കുന്നത് സെക്രട്ടറിയും ജോയിന്റ് സെക്രട്ടറിയൊക്കെയാണല്ലോ കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. വർഷങ്ങളായിട്ട് ഇടവളബാബു വരുന്നു, പ്രശ്നങ്ങൾ വന്നു, ഇടവളബാബു ഇറങ്ങേണ്ടി വന്നു, ലാലേട്ടനൊക്കെ ഇറങ്ങേണ്ടി വന്നു. കഴിഞ്ഞ വർഷത്തെ പ്രശ്നങ്ങൾ, നിയമ കമ്മിറ്റി പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ ലാലേട്ടൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു ഇലക്ഷൻ തന്നെ വന്നത്. ലാലേട്ടൻ ഇല്ല എന്ന് പറയുമ്പോൾ ഇതിലൊരു പ്രശ്നം എനിക്ക് തോന്നിയത് ഇന്നസെന്റ് എന്നുള്ള ഒരാളുണ്ടായിരുന്നു. ഈ ഇന്നസെന്റ് എന്നൊരാള് ഉള്ളത് കൊണ്ട് ഈ നേതൃത്വം എന്നുള്ള കാര്യമുള്ളൂ. എല്ലാ കാര്യം പെട്ടെന്ന് ഈസി ആക്സസിബിൾ എനിക്ക് തോന്നുന്നു ഇന്നസെന്റ് എന്നുള്ള ഒരാളാണ്. പിന്നെ അദ്ദേഹത്തിന്റെ എന്താ പറയാ, ആർക്കും നോ പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ അദ്ദേഹം ഒരു കാര്യം അവതരിപ്പിക്കുന്ന തമാശ രൂപേണയാണ്. നമ്മള് 2020 സിനിമയിൽ വരെ ഇവരെല്ലാരും ഒരുമിച്ച് കൊണ്ടുവരാൻ ഇന്നസെന്റ് ഒരു ടെക്നിക്ക് ആയിരുന്നു എന്നാണല്ലോ പറയുന്നത്. ആ ഒരു ആദർശ, ആ ഒരു ടൈപ്പും ആ ഒരു ടൈപ്പിലുള്ള ഒരു എന്താ പറയാ ഒരു എല്ലാവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു രീതിയും ഒക്കെ ഭയങ്കരമായിട്ട് സെക്രട്ടറി വഹിക്കുന്ന ഒരു പങ്ക് ഭയങ്കര അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ മമ്മൂക്ക ഒരു കാര്യം പറയുമ്പോൾ ഒബ്ജക്ഷൻ ഉണ്ടാവും, കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇവരോട് നോ പറയാനായിട്ട് ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും പല കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ. പക്ഷെ ഇന്നസെന്റ് ഒരു കൈകാര്യം ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു, അത് ഭയങ്കര അടിപൊളിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, അത് തന്നെയാണ് ആ സമയത്ത് അദ്ദേഹം കൈകാര്യം ചെയ്തുകൊണ്ട് 8 വർഷം പ്രസിഡന്റ് ആയിട്ട് തന്നെ ഇരുന്ന്. പിന്നെ അദ്ദേഹം മാറിയപ്പോഴാണല്ലോ ലാലേട്ടൻ വന്നത്. അതായത് എതിരില്ലാതെയാണ് തെരഞ്ഞെടുത്തത്. ലാലേട്ടനാണ് നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇലക്ഷൻ സംഭവിച്ചില്ല, എതിരില്ലാതെ തെരഞ്ഞെടുത്തു എന്നാണ് പറയുന്നത്. ഇപ്രാവശ്യം ഞാൻ മനസ്സിലാക്കിയത് ലാലേട്ടനായിക്കോട്ടെ, മമ്മൂക്കായിക്കോട്ടെ, സുരേഷ് ഏട്ടൻ ഇവരൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോ, അതായത് ഇപ്പൊ എല്ലാ വാർത്തയിലൊക്കെ പറഞ്ഞത് രണ്ടാം നിലയിൽ, അതായത് സൂപ്രധാരങ്ങളല്ലാത്ത, നായകന്മാരല്ലാത്ത ആളുകളാണ് ഇപ്പോ പ്രസിഡന്റ് സ്ഥാനത്തേക്കായിട്ട് മത്സരിക്കുന്നത്. അതിൽ ശരിക്കും പറയുകയാണെങ്കിൽ സംഘടനയിൽ അധികം പ്രവർത്തിക്കാത്ത ആളുകൾ വരെ ഇപ്രാവശ്യം രവീന്ദ്രൻ സീനിയറാണ്, രവീന്ദ്രൻ സമർപ്പിച്ചിട്ടുണ്ട്, അനൂപ് ചന്ദ്രൻ സമർപ്പിച്ചിട്ടുണ്ട്, പിന്നെ ജയൻ ചേർത്തല, ഇവരെല്ലാവരും ഉണ്ട്. പിന്നെ കുറെ പേര്, പക്ഷെ പേരുകൾ അവര് ഒഫീഷ്യലി 31 പുറത്തു വിടുള്ളൂ എന്നാണ് പറഞ്ഞത്. അതുവരെയാണല്ലോ നോമിനേഷൻ സമർപ്പിക്കേണ്ട ദിവസം. ഇതില് എന്താ പ്രശ്നം, ആര് നേതൃത്വത്തിൽ വന്നാലും ഇപ്പോ ജഗദീഷ് എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹം ഉണ്ട്, അദ്ദേഹം അടിപൊളിയാണ്, സൂപ്പറാണ്, എല്ലാം ഒക്കെയാണ്. പക്ഷെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ അത് ഈ പറയുന്ന പോലെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളണം എന്നില്ല. കാരണം അദ്ദേഹം നല്ലൊരു ആക്ടറാണ്, നല്ലൊരു സാമൂഹ്യ പ്രവർത്തനമാണ്, എല്ലാം കൊണ്ടും ജീവിതശൈലിയാണ്, എല്ലാം കൊണ്ടും നല്ലൊരു ക്ലിയർ ആണ്, നല്ലൊരു ക്ലീൻ ഇമേജ് നല്ലൊരു നടനും നല്ല ക്ലീൻ ഇമേജ് നേതൃത്വത്തിലേക്ക് വരുമ്പോൾ അത് എത്രത്തോളം വ്യത്യാസം വരും എന്നുള്ള കാര്യം നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്കൊരു ഈ പറയുന്ന നേതൃത്വത്തിനാണ് ഏറ്റവും
പ്രാധാന്യം ഈ അമ്മ എന്നുള്ള സംഘടനയിലേക്ക് നേതൃത്വത്തിന് ഏറ്റവും പ്രാധാന്യം. ഇപ്പൊ എല്ലാവരും ഈ ന്യൂ ജനറേഷൻ എന്നുള്ള സംഭവം അവരാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇതിലുണ്ടാക്കുന്ന കുറച്ച് ഈ പറയുന്ന ഒരു ഡിവൈഡ് ആൻഡ് റൂൾ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ അവർക്ക് ഇത് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കാരണം എല്ലാവരും സിനിമയിലായാലും ട്രോളിങ്ങിലായാലും അവരൊക്കെ തിരിച്ചു പ്രതികരിക്കുന്ന ഒരു രീതിയുണ്ട്. അതായത് ഇപ്പൊ പ്രശ്നങ്ങൾ വരികയാണ്. ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി പ്രശ്നങ്ങൾ അമ്മയിൽ ഇപ്പൊ ഈ പറയുന്ന ആളുകളിൽ ആരൊക്കെയാണോ ഇതിൽ നേതൃത്വത്തിൽ വന്നിരുന്നത് അവരൊക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്തിരുന്നു എന്ന് നമ്മൾ നോക്കും. അവർക്ക് അവസരം കിട്ടിയിരുന്നെങ്കിൽ അവരെങ്ങനെ കൈകാര്യം ചെയ്യുമായിരുന്നു തന്റെ അഭിപ്രായം? ആരൊക്കെ ഇപ്പൊ പുതിയ ആൾക്കാരാണ് വന്നിരുന്നത്, ഈ മോഹൻലാൽ, ഇന്നസെന്റ് അല്ലെങ്കിൽ സിദ്ദിഖ് ആളുകളായിരുന്നുവെങ്കിൽ ഇത് എങ്ങനെയായിരുന്നു മാറിയത്? അവർക്ക് എത്രത്തോളം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതാണ് ഈ ശരിക്കും വന്ന നേതൃത്വത്തിൽ വരുന്നത് എപ്പോഴും പക്വതയും ഒരാളുകൾ അംഗീകരിക്കുന്ന ആളുകളായി വരുന്നത്. അതില് ആസിഫ് അലി മാത്രമാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഓപ്പൺ ആയിട്ട് പറഞ്ഞത്. ഞാൻ സംഘടനയെ പോസിറ്റീവായിട്ട് പറഞ്ഞു. ആസിഫ് അലി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളാണ്. ആസിഫ് അലി പറഞ്ഞു ഞാൻ പ്രവർത്തിക്കാൻ റെഡിയാണ്, സംഘടന നല്ലതാണ്, പക്ഷെ നേതൃത്വത്തിൽ വരാൻ ഞാൻ കേപ്പബിൾ അല്ല എന്ന് തുറന്നു പറഞ്ഞു. നേതൃത്വത്തിൽ വരാൻ കേപ്പബിൾ അല്ല എന്ന് പറയുന്നതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. കാരണം ഇതിൽ ചില ആളുകൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഒരു കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഈ സംഘടന എന്നുള്ള കാര്യങ്ങൾ വരുമ്പോൾ തന്നെ ഒരു വലിയൊരു ബാണ്ടക്കെട്ടാണ്. അതും സെലിബ്രിറ്റികളുടെ ബാണ്ടക്കെട്ടാണ്. ഈ തലയിൽ ചുമന്ന് നടക്കുന്ന ഒരു ഭാരം കൂടിയാണ്. പല സിനിമകളുടെയും കാര്യങ്ങളും കഥാപാത്രങ്ങളും കണ്ടാണ് നമ്മൾ ഇവർ ഇഷ്ടപ്പെടുന്നത്. അവർ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആ ചാൻസുകൾ ഇവരെങ്ങനെ കൈകാര്യം ചെയ്യുന്നത് കണ്ടറിയണം. പുതിയ ആൾക്കാർ വരട്ടെ, പുതിയ ആൾക്കാർ ചെയ്യട്ടെ. നമ്മൾ പറഞ്ഞ പേരാണ് എടോള ബാബുവിന്റെ. എടോള ബാബു എത്രയോ വർഷം സെക്രട്ടറി ആയിരുന്ന എടോള ബാബു പറഞ്ഞിട്ടുണ്ട് ആ എല്ലാ ദിവസവും ഉറങ്ങുന്നത് പുലർച്ചെയാണ് കിടന്ന് ഉറങ്ങുന്നത്. കാരണം അത് മാത്രമല്ല, ഇപ്പൊ ഇവരുടെ ഈ എത്രയോ പേർക്ക് ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് 3 ടേമായിട്ടൊക്കെയാണ് ഇൻഷുറൻസ് അടച്ചിട്ടുള്ളത്. അതായത് ലക്ഷങ്ങളാണ് ഇൻഷുറൻസ് അടയ്ക്കുന്നത്. ഇതിന്റെ ഒരു എന്താ പറയാ ഒരു അഡ്മിൻ കാര്യങ്ങളുണ്ടല്ലോ, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് വേറൊരു ഒരു കഴിവാണത്. അത് ബാബുവിന് നന്നായിട്ടുണ്ടായിരുന്നു. അതാണ് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവരുന്നത്. പിന്നെ ആരോപണങ്ങൾ, അതാണ് ഇപ്പൊ ഇന്നലെ തന്നെ പല ചർച്ചകൾ വരുന്നതിൽ ആരോപണ വിധേയരായ രാഷ്ട്രീയക്കാർ ഇലക്ഷൻ നിൽക്കുന്നില്ലേ, എന്തുകൊണ്ട് അപ്പൊ സിനിമാക്കാരുടെ വെക്കിട്ട് കയറണം എന്നുള്ള ചർച്ചകളും സിനിമയ്ക്കകത്ത് തന്നെ വരുന്നുണ്ട്. ഇതിൽ മെയിനായിട്ട് മുഖ്യധാരാ മാധ്യമങ്ങളാണ് ഇതിനെ ഏറ്റവും കൂടുതൽ പൊലിപ്പിച്ച് ഫോക്കസ് ചെയ്യുന്നത്. കാരണം അവർക്കൊരു പ്രശ്നം വന്നു കഴിയുമ്പോൾ വേറെ ടേൺ പോയിന്റ് ആയിട്ടും അങ്ങനെ സെലിബ്രിറ്റികൾ ഒരു പ്രശ്നം ചെയ്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഹൈപ്പാക്കി നിന്ന് കഴിഞ്ഞാൽ പല കാര്യങ്ങളും മുങ്ങിപ്പോകും. അതിനു വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന പല ആളുകളും പല മാധ്യമങ്ങളും എന്ത് ചെയ്യും, ഇവരെ ഫോക്കസ് ആക്കി അമ്മ എന്ന സംഘടന ഫോക്കസ് ആക്കി പല കാര്യങ്ങളും ചെയ്തിരുന്നു. ഇനി എനിക്ക് എന്റെ അഭിപ്രായത്തിൽ ലാലേട്ടൻ മാറിയത് ശരിയായില്ല. അവരന്ന് രാജിവെച്ചത് ശരിയായില്ലാത്ത രീതിയിൽ ചർച്ചകൾ വരുന്നു. അന്നത്തെ ഇഷ്യൂ എല്ലാവരും കൂടി നേതൃത്വത്തിൽ പ്രശ്നങ്ങൾ വന്നേക്കാം. നേതൃത്വത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല, നേതൃത്വം ഓക്കെയാണ്. സംഘടനയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അത് അതിന്റെ ഉള്ളിൽ തന്നെ ചർച്ച ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളാണ്. ലാലേട്ടന് ചിലപ്പോൾ ഇത് അമിതഭാരമായിട്ടുണ്ടാവും. കാരണം പലവരും അവിടെ അങ്ങനെ ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആൾക്കാർ ഒരിക്കലും മാറരുത്. കാരണം അത് മാറിക്കഴിഞ്ഞാൽ അതൊരു പിളർപ്പിലേക്കുള്ള സംഭവങ്ങൾ സംഭവിക്കും. കാരണം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അങ്ങനെയൊക്കെ പല കാര്യങ്ങളിലും വന്നിരുന്നു, സംവിധായകരുടെ ഇടയിൽ പ്രശ്നങ്ങൾ വന്നിരുന്നു. അങ്ങനെ കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ അമ്മ എന്ന സംഘടന എല്ലാവർക്കും, അതായത് അതിന്റെ ആനുകൂല്യങ്ങൾ എന്താ പറയുക ലഭിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഈ പെൻഷൻ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന തൊഴിലില്ലാത്ത ഒരുപാട് കലാകാരന്മാരുണ്ട് ആ സംഘടനയിൽ. എത്ര സംഘടനകൾ ഇതുപോലെ മാസം പെൻഷൻ കൊടുക്കുന്ന സംഘടനയാണ്. ഇപ്പൊ മലയാള സിനിമയിൽ നമുക്ക് പറയാം, ഇപ്പൊ ഫെഫ്ക ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ കുറെ ചെയ്യുന്നുണ്ട്. എനിക്ക് പ്രൊഡ്യൂസർ അസോസിയേഷന്റെ മറ്റു കാര്യങ്ങളെ കുറിച്ച് അറിയില്ല. അമ്മ സംഘടനയെ കുറിച്ച് നമുക്ക് അറിയാം, ഇവർ ഇത്ര രൂപ പെൻഷൻ കൊടുക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇൻഷുറൻസ് മറ്റു കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഈ കുറ്റം പറയുന്ന വേറെ സംഘടനകളുണ്ടല്ലോ, അവര് ഇത് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് ചിന്തിക്കുന്നത്. അതായത് കലാകാരന്മാരെ, അതായത് അഭിനയിച്ചുകൊണ്ടിരുന്ന സിനിമയിൽ ഇപ്പോൾ അവശത അനുഭവിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും കൊടുത്തിരുന്നതാണ്. പക്ഷെ ഇതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത് അതിനുള്ളിൽ നിന്ന് ചർച്ച ചെയ്യാണ്ട് അത് പുറത്തു പറഞ്ഞ് ആളുകളിലേക്ക് എത്തിച്ച് അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതാണ് ഈ ശരിക്കും പറഞ്ഞാൽ ലാലേട്ടനൊക്കെ മാറിക്കഴിഞ്ഞു കഴിയുമ്പോൾ ഇതിന്റെ നേതൃത്വത്തിൽ എന്തോരം അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം ഇത്രയും നാളിൽ ഇവരുടെ എക്സ്പീരിയൻസ് ഉണ്ട്. ലാലേട്ടനായിക്കോട്ടെ, മമ്മൂട്ടി ആയിക്കോട്ടെ, മമ്മൂട്ടി ആയിക്കോട്ടെ, അതുപോലെ തന്നെ സുരേഷ് ഗോപി ആയിക്കോട്ടെ, പലവർക്കും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവർ പുറത്തു പറഞ്ഞ വിഷയങ്ങൾ ഉണ്ടാക്കാനെല്ലാം നിന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ചെറിയ ആളുകൾ ഇത്രയും നാളുകൾ അഭിനയിക്കുമ്പോഴും പല സിനിമകളും മോശമായിട്ട് ലാലേട്ടൻ മമ്മൂക്ക ഫൈറ്റ് വരെ ഫാൻ ഫൈറ്റ് അവരമില്ല ഫാൻ ഫൈറ്റുകൾ വരെ ഉണ്ടായിട്ട് എന്താ പറയാ, അവരെപ്പോഴും അങ്ങനെ തന്നെ നിന്നിട്ടുള്ളൂ. അവര് നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ ചില പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അവരെടുത്ത് ട്രോളി എല്ലാം അനുഭവിച്ചാണ് ഈ സെലിബ്രിറ്റി എന്ന് പറയുന്ന കാര്യങ്ങളിൽ പേഴ്സണലായിട്ട് ആളുകൾ അകത്തേക്ക് കയറി അവരെ വിശേഷം മറ്റൊന്ന് അറിയിക്കാനായിട്ട് എല്ലാവരും കാത്തിരിക്കുന്നതും കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതൊരു കാര്യം
ഈ പറയുന്ന പോലെ ഇവർ ചെയ്തത്രയും അടിപൊളിയായിട്ട്, അല്ലെങ്കിൽ ആളുകളെ ഡീൽ ചെയ്തു, പ്രേക്ഷകരെ ഡീൽ ചെയ്ത് അവരെ തൃപ്തിപ്പെടുത്തി, അവർ പറഞ്ഞ എല്ലാം ഉൾക്കൊണ്ട് അവർ ഇത്ര കാലം പിടിച്ചു നിന്ന പോലെ പുതിയ ആളുകൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? കാരണം ചെറിയ ഉദാഹരണം ഒരു ചെറിയ ട്രോളുകൾ വന്നാൽ പോലും ഇവർക്ക് സഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരാള് പ്രതികരിച്ചാൽ പോലും സഹിക്കുന്നില്ല. അന്ന് സോഷ്യൽ മീഡിയ ഇത്രയും ഉണ്ടായിരുന്നില്ല. അക്കാലഘട്ടത്തിൽ ആരെങ്കിലും അതിലും ഇതിലും പല പല മാധ്യമങ്ങളിലും വന്നിരുന്ന കാര്യങ്ങൾ പോലും ഇവർ സഹിച്ച് അവർ ഇത്ര നാൾ പിടിച്ചു നിന്നു. അതുപോലെ നിൽക്കാൻ പോലും പുതിയ ആളുകൾക്ക് പറ്റുമോ എന്നുള്ളതാണ്. ഉത്തരവാദിത്തം എടുക്കാനുള്ള ഒരു മടിയും കൂടി, കാരണം ഉത്തരവാദിത്തം തന്നെ ഏറ്റെടുക്കാനുള്ള ഒരു മടിയും കൂടി പുതിയ തലമുറയ്ക്ക് ഉണ്ടാവാം, അതായിരിക്കാം. അതെ, പക്ഷെ ഇതില് ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നവർ പക്കത്തുള്ള ആളുകൾ തന്നെയാണ് കുഴപ്പം. പക്ഷെ എന്നാൽ പോലും ഒരു പണ്ട് തിലകൻ പറയുന്നത് ഇന്നസെന്റ് പറഞ്ഞ ഞാൻ കേൾക്കണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടൊക്കെയുണ്ട്. നമ്മൾ ഇപ്പോഴും സ്ഥലം കാണിച്ചു, ഇന്നസെന്റ് എന്നോട് അഭിനയത്തിന്റെ കാര്യത്തിലും അതിൻ്റെ അടുത്ത് പോകും. പക്ഷെ അഭിനയത്തിന്റെ കാര്യത്തിലല്ല, ഇതൊരു സംഘടനയാണ്. അതിന്റെ പ്രസിഡന്റ് ആയിട്ട് നിൽക്കുമ്പോൾ അയാൾ സംസാരിക്കുന്ന കാര്യങ്ങൾ സെക്രട്ടറി പറയുമ്പോൾ കേൾക്കേണ്ട കാര്യങ്ങളുണ്ട്. പക്ഷെ അത് പേഴ്സണലൈസ് ആയിട്ട് എടുക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ അതേ സംഘടനയല്ലേ. ഈ ഇടളബാബുവിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം കേട്ടിട്ടുള്ളത് ഇടളബാബു ആരാണ്, ഏത് സിനിമയിൽ എത്ര സിനിമയിൽ അഭിനയിച്ചിട്ട് സിനിമയിൽ അഭിനയിച്ച് താരമാകുന്നത് മാത്രമല്ല സംഘടനാ നേതൃത്വം എന്ന് പറയും. അത് കൊണ്ടുപോകാന്നുള്ളത് വേറൊരു പവറാണ്. സംഘടനയിൽ ചിലപ്പോൾ ഒരു പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് ന്യായമായ ആരുടെ വശത്താണോ അല്ലെങ്കിൽ കൂടുതൽ ആരാണ് സപ്പോർട്ട്, അത് അങ്ങനെ നിന്ന് പോകും. പക്ഷെ അത് പേഴ്സണൽ റിവെഞ്ച് ആയിട്ട് എടുക്കുമ്പോൾ ഇത് ഏത് സംഘടനയിലുള്ള പോലെ തന്നെ ഇപ്പൊ കോൺഗ്രസിലില്ലേ, CPM എല്ലാ കമ്മ്യൂണിറ്റി എല്ലാ രാഷ്ട്രീയക്കാര് പക്ഷെ അവരുടെ ഇടയിൽ അത് പറഞ്ഞു തീർത്ത് അവരുടെ കാര്യങ്ങൾ നോക്കുന്നു. ഇത് മാത്രമാണ് സിനിമാ സംഘടനയിൽ മാത്രമാണ് ഈ ഒരു ഇങ്ങനെ ഒരു പൊലിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഈ പൊലിപ്പിക്കുക. പിന്നെ എല്ലാവരും ചോദിക്കും അമ്മ സംഘടനകളുകൊണ്ട് ജനങ്ങൾക്ക് എന്താ നേട്ടം എന്നുള്ള ഒരു വിവരമില്ലാത്തൊരു സംസാരങ്ങൾ ചില ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ കമന്റ് ചെയ്യുന്നുണ്ട്. അവർക്കുള്ളൊരു മറുപടി എനിക്ക് പേഴ്സണലി പറയാനുള്ളത് ഈ പറയുന്ന പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നത് തന്നെയാണ് സംഘടന. അമ്മയിൽ സിനിമ ഇതിൽ മാത്രമല്ല, ഇപ്പൊ നമ്മൾ ഒരു ഇതിൽ വർക്ക് ചെയ്യണം, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ എംപ്ലോയീസിന്റെ സംഘടനയുണ്ടാവും. അത് നമ്മൾ ടൂർ പോകും, നമ്മള് ഫാമിലിനെ വിളിച്ചിട്ട് ഓണം ആഘോഷിക്കും, ചിലപ്പോൾ നമ്മൾ ഗെയിമുകൾ നടത്തും. അതെന്തിനാന്ന് വെച്ചാൽ അതിന്റെ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. ആളുകളുടെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ തമ്മിലുള്ള റാപ്പോ ഇത് എല്ലാം സിനിമ മാത്രമല്ല, ഈ സംഘടന അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് ഇപ്പോഴും ആവശ്യമുള്ള ഒരു കാര്യമാണ്. അല്ലാതെ എന്തിനാണത് എന്നൊക്കെ ചോദിക്കുന്നത് വിവരക്കേടാവുന്നതാണ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഇപ്പോഴും ലാലേട്ടൻ തന്നെ നിൽക്കുന്ന അത്രയൊന്നും, അല്ലെങ്കിൽ ഇന്നസെന്റ് ലാലേട്ടനൊക്കെ ഉണ്ടായിരുന്ന അത്രയും തന്നെ ഒരു ഇതൊന്നും പുതിയ ആളുകൾക്ക് ചെയ്യാൻ പറ്റും. കൈകാര്യം ചെയ്യാൻ ഭയങ്കര പാടാണ്. നമുക്ക് വർത്തമാനം പറയാനും പറയാനൊക്കെ പറ്റും. പക്ഷെ എനിക്ക് അറിയാം മമ്മൂട്ടി പ്രസിഡന്റ് അങ്ങനെയുള്ള സമയത്ത് പറയുമ്പോൾ ഒരു വാല്യൂ കൊടുക്കും. എത്ര കാലം ജോയിന്റ് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ഒക്കെ ആയിട്ട് ഇരുന്നിരുന്നവരാണ്. സംഘടന തുടങ്ങിയ അന്ന് മുതല് നമുക്ക് ലാലേട്ടനൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് ഈ ആർട്ടിസ്റ്റിന്റെ മെയിൻ പ്രശ്നം, ഈ അഭിനേതാക്കളുടെ മെയിൻ പ്രശ്നം എനിക്ക് പല പ്രാവശ്യം തോന്നിയിട്ടുള്ളത്, ഇവര് ചിലപ്പോൾ ഒരു ക്യാരക്ടറായിട്ട് നിൽക്കുന്ന സമയം അല്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് താങ്ങാൻ പറ്റില്ല. നെഗറ്റീവ് ആ ക്യാരക്ടറായിട്ട് നിൽക്കുന്ന നെഗറ്റീവ് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ റോൾ പെർഫോം ചെയ്യാൻ പറ്റില്ല, അത് മനസ്സിൽ കിടക്കും. പക്ഷെ ഞാൻ മനസ്സിലാക്കി ഇത്രയും നാളായിട്ടും പല നെഗറ്റീവ്സും പല ഓസിക്സും എല്ലാം കേട്ടിട്ടും മമ്മൂട്ടി അവര് അഭിനയിക്കുന്ന പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളോട് ഇവരൊക്കെ അവരുടെ അഭിനയത്തിൽ നമുക്കത് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഇവർ ഈ പറയുന്ന അതേപോലെ തന്നെയാണ് ഈ പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ ഈ ലാലേട്ടനായാലും മമ്മൂക്കയിൽ പല പ്രശ്നങ്ങൾ കേട്ടിട്ടും അവർ ആ പ്രശ്നത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി അവർ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ ചില ആളുകൾക്ക് അതിൽ വിഷമം തോന്നിയിട്ടുണ്ടാവുമായിരിക്കാം. പക്ഷെ ഇവർ പറയുന്ന ആളുകൾ ഈ നേതൃത്വത്തിൽ കയറുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വരാൻ പോകുന്നത് എന്തായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറുതായിട്ട് പോലും കളിയാക്കിയ പോലും ആ നെഗറ്റീവ് കേൾക്കുമ്പോൾ ഇവരതിങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. ആ രീതിയിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടി ഇവരൊക്കെ തന്നെയാണ് നേതൃത്വത്തിൽ വേണ്ടത്. കാരണം അവർ പറഞ്ഞാൽ കേൾക്കാനും അനുസരിക്കാനും ലാലേട്ടൻ പറഞ്ഞാൽ അങ്ങനെ ഒരു പേഴ്സണലൈസ് ആയിട്ട് എടുക്കുന്ന ആളുകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ശ്വേതാമേനോൻ നിൽക്കുന്നുണ്ട്, അതായത് സ്ത്രീകൾ പ്രാവശ്യം കൂടുതൽ നിൽക്കുന്നുണ്ട്, അതൊക്കെ നല്ല കാര്യമാണ്, വരട്ടെ. ഞാൻ പറഞ്ഞ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരെ ശ്വേതാമേനോനും നോമിനേഷൻ സമർപ്പിച്ചിട്ടുള്ളതാണ് പറഞ്ഞത്. എന്തായാലും 31 ആണ് ഫൈനൽ സമർപ്പിക്കുന്ന ദിവസം. പിന്നെ പറഞ്ഞ പോലെ തന്നെ ഈ ആരോപണങ്ങൾ കേട്ടാണ്, ആരോപണങ്ങൾ ആരെ കുറിച്ചും ആരെ ഉന്നയിക്കാം, അത് ശരിയോ തെറ്റോ എന്നുള്ള കാര്യങ്ങൾ വരട്ടെ. അതിനുശേഷം അതുകൊണ്ടാണല്ലോ ഈ സിനിമയ്ക്ക് ഉള്ളിൽ തന്നെയുള്ള സംഘടനയിൽ ചില ആളുകൾ പറയുന്നത് രാഷ്ട്രീയക്കാർക്ക് ആരോപണം വന്നിട്ടും അവരെ ഇലക്ഷൻ നിൽക്കുന്നില്ല, അവർ MLA ആവുന്നില്ല, മന്ത്രി ആവുന്നില്ലേ. കേസ് അതിന്റെ കാര്യം വഴിയിൽ നടക്കും. കുറ്റവാളിയാണെങ്കിൽ അന്ന് ഇവര് രാജിവെക്കും, ചിലപ്പോൾ അവരകത്ത് പോകും. അത് പിന്നത്തെ കാര്യം. അപ്പൊ ഏതായിട്ട് ഇപ്പൊ ബാബുരാജ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നോമിനേഷൻ കൊടുത്തതിനെയാണ് ഈ ആരോപണം പറയുന്നത്. ശരിക്കും തോന്നുന്നത് ആർക്കും നിൽക്കാലോ, ഇവിടെ ജനാധിപത്യ രാജ്യത്ത് ആർക്കും നിൽക്കാലോ ഇലക്ഷന്. ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ജീവിതത്തിൽ ഇപ്പൊ നമ്മള്
ഒരു സാധാരണക്കാരനാണ് താൻ. ഞാൻ എനിക്കൊക്കെ ഒരുപാട് നെഗറ്റീവ്സുകൾ ഉണ്ട്. നമ്മൾ എന്താണ് യഥാർത്ഥമെന്ന് മനസ്സിലാക്കാതെ നമ്മളെ പലരും പറയാറുണ്ട്. താങ്കളെ പറ്റി പറയാറില്ല, ഉണ്ടോ? പറയാറുണ്ട്. അപ്പൊ നമ്മളെ പോലെ സാധാരണക്കാരെ പറ്റി ആളുകൾ പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും അതാണ് ശരിക്കും. അപ്പൊ അതിൽ കാര്യങ്ങൾ വരട്ടെ, അതില് ഉണ്ടെങ്കിൽ നടക്കട്ടെ, സത്യത്തിന്റെ ഒപ്പം നിൽക്കട്ടെ, തെളിവുകൾ വരട്ടെ, ചെയ്യട്ടെ. പക്ഷെ നമ്മൾ ഈ ആരോപണ വിധേയരായവരും എന്താ പറയാ മത്സരിക്കട്ടെ എന്നാണ്. എന്തൊക്കെയായാലും ഇതെല്ലാം കഴിഞ്ഞ് ആരോപണ വിധേയരായാലും നിരപരാധികളായാലും മത്സരിച്ചിട്ട് ഇവരെ ജയിപ്പിക്കേണ്ടത് അതിന്റെ അകത്തുള്ള അംഗങ്ങൾക്ക് അറിയാം ആരെ ജയിപ്പിക്കണം, ആര് നിന്നാലും കുറെ കാര്യങ്ങൾ അവർക്കും അറിയാൻ പറ്റും. അതാ പറഞ്ഞ അങ്ങനെ ഇവർക്ക് അത് വില കൊടുത്തൊന്നും ജയിക്കാൻ പറ്റില്ല. അംഗങ്ങൾക്ക് അറിയാം ആരെ ജയിപ്പിക്കണം, ആര് ജയിപ്പിച്ചാൽ ഞങ്ങൾക്ക് ഗുണമുണ്ടാവും എന്നുള്ളത് ഈ സംഘടനകളിൽ 500 പേരുണ്ടെങ്കിൽ 500 പേർക്ക് അറിയാം. അതുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലേ? അതിന് കാണാം എന്നുള്ളതാണ്. ഓഗസ്റ്റ് 15-നാണ് ഈ ഇലക്ഷൻ നടക്കുന്നു, അതിലതാരാവും എന്താവും എന്നുള്ളൊരു ഇതൊന്നും സാധാരണക്കാരായ ആൾക്കാർ അതേപറ്റി ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതൊക്കെ ഒരു വാർത്തയാണ്. പക്ഷെ അല്ല, അത് ഇത് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ഇതൊരു വാർത്തയാണ്. സിനിമയ്ക്കകത്തുള്ള ഏത് കാര്യം വാർത്തയാണ്. അതുകൊണ്ടാണല്ലോ എല്ലാവരും ഇതിന്റെ പുറകെ. പ്രത്യേകിച്ച് ഇപ്പോ അതിൽ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ അഭിനേതാക്കൾക്ക് ഗുണം, പ്രസിഡന്റ് ആയില്ലെങ്കിൽ അഭിനേതാക്കൾക്ക് ഗുണം. ഇതൊക്കെ എല്ലാവർക്കും തന്നെയാണ് ഗുണം. നമ്മൾ ഈ പറയുന്ന ഇത് ചർച്ച ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം ഇതാണ്. അതായത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്വത, ലീഡർഷിപ്പ് ക്വാളിറ്റി അത് വേറെ തന്നെയാണ്. അതിലൊരു മികച്ച നടനാവണമെന്നോ അല്ലെങ്കിൽ ഭയങ്കര താരമൂല്യമുള്ള നടനാവണമെന്നോ ഒരു നിർബന്ധമില്ല. ലീഡർഷിപ്പ് ക്വാളിറ്റി വേറെയാണ്. ജഗദീഷ് ഉണ്ട്, പിന്നെ വേറെ ഒരാള് ശ്വേതമേനോൻ നിൽക്കുന്നുണ്ട്, രവീന്ദ്രൻ. അദ്ദേഹം നന്നായി പ്രവർത്തിക്കുന്നു, നമുക്കറിയാം. പക്ഷെ അതിന്റെ ഒരു തമാശ എന്ന് വെച്ചാൽ ഒരു 3 മാസം മുമ്പ് നമ്മൾ തന്നെ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഒരുപാട് സംഘടനകൾ ഞാൻ എല്ലാവരോടും അടുപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിന്റെ നേതൃത്വത്തിൽ വരാൻ ഇപ്പൊ ഒരു സമയത്തിന്റെ കുറവുണ്ട്. പക്ഷെ അദ്ദേഹം ഇലക്ഷൻ നിൽക്കുന്നുണ്ടെന്ന് പറയുന്നത് ഒരു പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. ചിലപ്പോൾ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവാം. പിന്നെ ദേവൻ നിൽക്കുന്നു, കുറച്ചു കാലം മാറി നിന്നിരുന്നതാണ് ദേവനൊക്കെ. ദേവൻ മുമ്പത്തെ എക്സിക്യൂട്ടീവ് 2017 കാലഘട്ടത്തിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. 3 വർഷം കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ അത് ചെയ്യട്ടെ, നല്ല കാര്യമാണ്. പക്ഷെ ഇപ്പോഴും നേതൃത്വത്തിൽ ഈ എന്താ പറയാ ഈ ഒരു ഇലക്ഷൻ ഒരിക്കലും അമ്മ എന്ന സംഘടന പിഴപ്പിലേക്ക് പോകരുത്. കാരണം വെച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ട് അവരുടെ കാര്യങ്ങളും അവരുടെ ചില എൻഗേജ്മെന്റ് പരിപാടികളൊക്കെ നല്ല കഴിഞ്ഞ ശാന്തകുമാരി എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റിനെ കണ്ടിരുന്നു. അവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അവർക്ക് വർക്കുകള് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ലാലേട്ടൻ തന്നെയാണ് കൊച്ചിൻ മെട്രോ തുടങ്ങി അതൊക്കെ ശരിക്കും ഒരു അമ്മയുടെ സംഘടനയും മോഹൻലാലൊക്കെ നിന്നിട്ട് അതൊരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആർട്ടിസ്റ്റുകൾക്ക് ഇപ്പോ എന്താ പറയാ ജോലി വർക്കില്ലാതിരിക്കുകയാണ്. അപ്പൊ അവരെ വെച്ചിട്ട് ഒരു പ്രോഗ്രാം നടത്തുക, ഈ വക കാര്യങ്ങളുള്ളപ്പോ അങ്ങനെയുള്ള സാധനങ്ങൾ പുതിയ ആൾക്കാർ ചെയ്യുമോ എന്നുള്ള കാര്യം. പിന്നെ ഇതേപോലെ തന്നെ വേറെ ഏതൊരു സീനിയർ ഇതേപോലെ ശാന്തകുമാരി പോലെയുള്ള സീനിയർ ആർട്ടിസ്റ്റ് പണ്ടൊരിക്കൽ പറഞ്ഞാണ് കോവിഡ് സമയത്ത് വർക്കില്ലാതിരിക്കുമ്പോൾ അന്ന് ലാലേട്ടനും മമ്മൂട്ടി തന്നെ നേതൃത്വത്തിലാണ് പറഞ്ഞു ജീവിച്ചു. ഇവരുടെയൊക്കെ വീട്ടിൽ ഇവർ പറയാം ഞങ്ങൾ ഒരിക്കലും മേടിക്കാത്ത അത്ര 1 ലിറ്റർ വെളിച്ചെണ്ണ, അരി. ഇത് ഏത് സംഘടന ഈ പറയുന്ന ഇവിടത്തെ പുരോഗമനം പറയുന്ന അല്ലെങ്കിൽ ഈ കുറ്റം പറയുന്ന വേറെ ഏതെങ്കിലും സംഘടന, പേരെടുത്തൊരു സംഘടന പറയുന്നില്ല, കേൾക്കുന്നവർക്ക് മനസ്സിലാവും ഏതൊക്കെ സംഘടന അവര് ചെയ്യുന്നുണ്ടോ? അതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള. പുതിയ ആളുകൾ ഈ പറഞ്ഞ വരുമ്പോൾ ഇവർക്ക് അത് ചിന്തിച്ച് തന്നെ പറയുന്നത് അതൊരു ചിന്തകളിലേക്ക് വരുമോ എന്നുള്ള കാര്യമാണ്. കാരണം ഇപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടാണ് ഇത് ശാന്തമച്ചി എവിടെ, പിന്നെ വേറൊരു ആർട്ടിസ്റ്റ് എവിടെ, രണ്ടുപേരുമാണ് വിളക്ക് തെളിയിക്കേണ്ടത് എന്ന് പറഞ്ഞ് ലാലേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് അങ്ങനെയൊക്കെ ഒരു ചിന്തകൾ വരിക, പുതിയ ആൾക്കാരെ തെളിയിക്കണം. ജഗദീഷൊക്കെ ഒക്കെ ആയിരിക്കും. അതുപോലെ പറഞ്ഞ ദേവൻ എല്ലാവരും ഇപ്പൊ ഈ സമർപ്പിച്ചിട്ടുള്ള എല്ലാവരും എടുക്കുന്നത് തന്നെയാണ്. അതിൽ ആരെ തെരഞ്ഞെടുക്കണം അവര് തീരുമാനിക്കട്ടെ. അതല്ല ഇതൊക്കെ എങ്ങനെയായി വരുമെന്നുള്ള കാര്യമാണ്. പക്ഷെ അതിന്റെ ഇടയിൽ വരുന്ന കുറച്ച് ഇതുകൊണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. എന്തായാലും കാത്തിരിക്കാം, കാണാം. അത് വിഷയമായിട്ട് മാറട്ടെ. താങ്ക് യു.